ഗുഡ് മോർണിംഗ്. കൊല്ലം സ്റ്റോറീസ് മോർണിംഗ് അപ്ഡേറ്റ്സ്. KSRTC ബസ്സിൽ ശ്വാസമുട്ടൽ അനുഭവപ്പെട്ട യാത്രക്കാരനെ വഴിയിലിറക്കി വിട്ടതിനെ തുടർന്ന് ചികിത്സ കിട്ടാതെ മരിച്ചു. പുനലൂരിൽ നിന്ന് അച്ചൻകോവിലേക്ക് പോകുകയായിരുന്ന 62 വയസ്സുള്ള നാരായണൻ എന്ന ആളാണ് മരിച്ചത്. അവശനായ ഇദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിക്കാതെ വനപാതയിൽ ഇറക്കിവിട്ട ശേഷം ബസ് യാത്ര തുടർന്നു. മണിക്കൂറുകളോളം റോഡിൽ കിടന്ന അദ്ദേഹത്തെ പിന്നീട് വനം വകുപ്പ് വാഹനത്തിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ബസ് ജീവനക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായ അനാസ്ഥയ്ക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. പുത്തൂർ തേവലപ്പുറം താമരച്ചുര ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ കഴകം ജീവനക്കാരനായ മധുസൂദനൻ എന്ന ആളെ ക്ഷേത്രക്കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പതിവ് പോലെ പുലർച്ചെ ക്ഷേത്രത്തിലെത്തി ജോലികൾ ചെയ്തിരുന്ന ഇദ്ദേഹത്തെ പിന്നീട് കാണാതാവുകയായിരുന്നു. അന്വേഷണത്തിലാണ് മൃതദേഹം കുളത്തിൽ നിന്ന് കണ്ടെത്തിയത്. മരണത്തിൽ ദുരൂഹതയില്ലെന്നും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇദ്ദേഹത്തെ അലട്ടിയിരുന്നതായും പോലീസ് അറിയിച്ചു. കരുനാഗപ്പള്ളിയിൽ നിർമ്മാണം നടന്നുകൊണ്ടിരുന്ന സ്വന്തം വീടിന് മുകളിൽ നിന്ന് കാൽവഴുതി വീണ് പരിക്കേറ്റ മത്സ്യത്തൊഴിലാളി മരിച്ചു. ആലപ്പാട് പറയകടവ് പുത്തൻപറമ്പിൽ അരുൺ കൃഷ്ണൻ എന്ന വ്യക്തിയാണ് മരിച്ചത്. തിങ്കളാഴ്ച വൈകിട്ടോടെയായിരുന്നു അപകടം. ഉടൻ തന്നെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൊല്ലം ജില്ലയിലെ മറ്റ് ആശുപത്രികൾക്ക് പുതിയ തസ്തികകൾ അനുവദിച്ചപ്പോഴും ശാസ്താംകോട്ടയെ അവഗണിച്ചു. നിലവിൽ താലൂക്ക് ആശുപത്രിയെ ഉയർത്തിയെങ്കിലും ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തതിനാൽ ചികിത്സാ സൗകര്യങ്ങൾ പരിമിതമാണ്. ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്തതും താൽക്കാലിക ജീവനക്കാരുടെ ശമ്പളത്തിനായി വലിയ തുക ചെലവാക്കേണ്ടി വരുന്നതും ആശുപത്രിയുടെ പ്രവർത്തനത്തെ പ്രതിസന്ധിയിലാക്കുന്നു. ഇന്നത്തെ സ്വർണ്ണവില: പവന് 1,02,120 രൂപ, ഗ്രാമിന് 12,765 രൂപ.